ഷിപ്പിനുള്ളിൽ എൻട്രിഡോരോ ദൈവമടച്ചു. ഹൗ കെയറിംഗ് ഈസ് അവർ ഫാദർ. എൻട്രിഡോരോ ദൈവമടച്ചു. ഹൗ ദൈവത്തിന്റെ കൽപ്പന കേട്ട് നോഹ എന്നൊരു വലിയ പൊന്നൊരു കപ്പലുണ്ടാക്കി. ഹ്യൂജ് കപ്പലുണ്ടാക്കി. ദൈവത്തിന്റെ കൽപ്പന കേട്ട് നോഹ എന്നൊരു വലിയ പൊന്നൊരു കപ്പലുണ്ടാക്കി. ഹ്യൂജ് കപ്പലുണ്ടാക്കി. വലിയൊരു ഫ്ലഡ് ഉടനെ വരുമെന്നൊരു SMS ദൈവമയച്ചു നോഹയ്ക്ക്. ഫാസ്റ്റായി നോഹയ്ക്ക്. Noah shared it, no one cared. Noah shared it, no one cared. Noah's family and all creatures sign in ചെയ്തു ഷിപ്പിനുള്ളിൽ എൻട്രിഡോരോ ദൈവമടച്ചു. How Hola. Hello. എല്ലാവർക്കും സുഖല്ലേ? സുഖം, I സന്തോഷം. hope you guys had your breakfast and staying healthy and safe. അല്ലേ? ആരും എന്തും ചിരിക്കാതെ? എല്ലാവരും ചിരിക്കൂ. Can I get your smile? That's beautiful. See, നിങ്ങൾ എന്ത് രസാ ചിരിക്കുന്ന കാണുമ്പോ. You know why I keep asking to keep smiling? വേറൊന്നും കൊണ്ടല്ല. Because God is always with us. So why do we have to worry anything? അല്ലേ? ദൈവം എപ്പോഴും നമ്മുടെ കൂടെ ഇല്ലേ? See, എന്തൊക്കെ പ്രശ്നങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട്. But still you are safe. അല്ലേ? Am I right? Okay, so before starting our session, I think ദൈവത്തിന്റെ അനുഗ്രഹം നമുക്കും വേണം. So I want all you guys to be prepared for the prayer song. എല്ലാവരും തല കുനിച്ച് കുരിശും വരച്ചൊക്കെ ഒന്ന് റെഡി ആവും പ്ലീസ്. Followed by the prayer, I will request Thomas John Achin for the prayer. Lord have mercy on us.
ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എൻ്റെ നാമം പരിശുദ്ധമാപ്പെടണമേ. എൻ്റെ രാജ്യം വരയണമേ. എൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് അറിയണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളോട് നീ ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുത്. ഇനി ദോഷം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടും രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ വയറ്റിൽ ഫലമുള്ള കർത്താവേ യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. സിദ്ധമുള്ള കന്യമർദ്ദ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഞങ്ങളുടെ മരണസമയത്തിലും തമ്പുരാനോട് നീ അപേക്ഷിച്ചുകൊള്ളുമാറാകണമേ. ആമീൻ. കർത്താവേ, ഞങ്ങളുടെ OBBSനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ അവിടുത്തെ സന്നദ്ധിയിലിരിക്കുന്നു. ഈ കുഞ്ഞുങ്ങളെ അവിടുന്ന് വാഴ്ത്തണമേ. ഇവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. ഇവരുടെ സ്വഭാവത്തെ അനുഗ്രഹിക്കണമേ. ഈ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കന്മാരെ അനുഗ്രഹിക്കണമേ. OBBSന്റെ എല്ലാ പ്രവർത്തകരെയും വാഴ്ത്തണമേ. വിശേഷിച്ച് ഷാർജ പള്ളിയും സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനെയും OBBSന് നേതൃത്വം നൽകുന്ന എല്ലാവരെയും പെട്ട അച്ഛന്മാരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് ഹൃദ്യമായ തരത്തിൽ OBBSന് നേതൃത്വം നൽകുന്ന നിതിനച്ഛന് വേണ്ടിയും ദൈവം കൂടുതൽ കഴിവുകൾ നൽകുന്നതിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. OBBSന്റെ ഈ സെഷൻ ഏറ്റവും ദൈവകൃപയിൽ അധിഷ്ഠിതമാകുവാൻ തക്കവണ്ണം യേശുവെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ, വാഴ്ത്തണമേ. പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധരുടെയും നാമത്തിൽ തന്നെ ആമേൻ. Thank you, Acha, for the prayer. Okay. So as I told, keep smiling is something very important. Ale, smile is the best ornament ever God gifted. Are you with me? Yes or no? Yes ആണെങ്കിൽ ഇങ്ങനെ, no ആണെങ്കിൽ ഇങ്ങനെ. Okay. Yes. നമ്മൾ എത്ര ഭംഗിയുള്ള എന്താ പറയുക ഓർണമെന്റ്സ് ഇട്ടാലും എത്ര നല്ല ഡ്രസ് ഇട്ടാലും if you don't have a good heart and a happy face, then there's any point? Yes or no? That's it. So to continue to keep us happy and continuing to keep us happy, I would welcome Nitin Achan for the song session. Thank you so much. Hi കുഞ്ഞുങ്ങളെ, വെൽക്കം ബാക്ക് ടു ദ സെക്കൻഡ് ഡേ ഓഫ് OVBS. എല്ലാവരും സന്തോഷത്തോടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ചിലരൊക്കെ ഇങ്ങനെ ഇരിക്കുക. കൈയൊക്കെ മാറ്റി അല്ലെ, നമുക്ക് ഈ തലയ്ക്ക് ഇങ്ങനെ സപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ തല താഴെ വീണ് പോകുന്നതായിരിക്കും അല്ലെ. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. Let us be happy as ചേച്ചി told now. Let us be energetic always. കേട്ടോ, കാരണം ദൈവമാണ് നമുക്ക് എനർജി തരുന്നത്. So ask God for grace and let us be happy. Okay. So God has a plan. Okay, അതിന്റെ റെസ്പോൺസ് ആയിട്ട് പറയേണ്ടത് let's go for it എന്നാണ്. Okay, God has a plan. അറ്റ്ലീസ്റ്റ് ഒന്ന് ലിപ്പ് മൂവ് ചെയ്ത ഞാൻ പേര് വിളിക്കണം ഇവിടെ നിന്ന്. എന്റെ സാധാരണ സ്വഭാവം വെച്ച് ഞാൻ അങ്ങനെ പേര് വിളിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാവരും ഒരു സ്ക്രീനിൽ കാണാത്തോണ്ട് മാറ്റി നോക്കി ഞാൻ വിളിക്കും. Okay, very good. Jonah has answered in the box that let's go for it. Very good. Let's go for it. Okay, അപ്പൊ നമുക്ക് ഇന്ന് അടുത്ത പാട്ടിലേക്ക് നമുക്ക് നീങ്ങാം. Okay, so we'll first listen to the song. It's a very nice song. Okay, so let us very attentively listen. Boogie Boogie എന്ന് പറയുന്ന ഒരു പാട്ടാണ്. Okay, നമുക്ക് നല്ലപോലെ ആക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ടാണ്. So let us be very enthusiastically listening to the song. Ready? Hello. Okay, very good. Okay, നമുക്കപ്പോ പാട്ട് കേൾക്കാം. Okay, Boogie Boogie എന്നുള്ള ഒരു പാട്ടാണ്. Okay. Okay. We are going to listen to a song. Are you ready? A closer walk with thee. Daily
കേട്ടോണ്ടിരിക്കുവാണോ? കേട്ടോണ്ടിരിക്കുക അല്ലേ? മനസ്സിലായോ പാട്ട്? ഇറ്റ്സ് വെരി വെരി സിമ്പിൾ ആൻഡ് ഹംബിൾ സോങ്. ഓക്കെ, it's saying that we are taking every day, we are walking to go closer with God. Okay, everything we are doing is to get closer to God. Okay, daily walking close to thee. Okay, so it's a very simple song. Here we shout boogie boogie boogie, here we say here we say a boogie boogie boogie, here we shout a boogie boogie boogie, here we dance a boogie boogie boogie, wave your hands and turn around. Okay, a closer walk with thee, daily walking close to thee, a closer walk with thee, daily walking close to thee. Lead me, Savior, all the way to the land of endless day. Lead me, Savior, all the way to the land of endless day. Here we say a boogie boogie boogie, here we shout a boogie boogie boogie, here we dance a boogie boogie boogie, wave your hands and turn around. Okay, മനസ്സിലായോ? മനസ്സിലായി. Very good, very good. There is a response. Very good, very good. Okay, നമുക്ക് ഒന്നുകൂടെ ഈ പാട്ട് കേട്ടിട്ട് നമുക്ക് ആക്ഷൻ കാണാം. Okay, so once again now sing along with the song so that you can understand the song. Okay, so now they will play the song for you, so we'll just be very attentively നമുക്ക് കേൾക്കാം. A closer walk with thee, daily walking close to thee. A closer walk with thee, daily walking close to thee. Guide me in thy light so bright, guide me safe through the night. Guide me in thy light so bright, guide me safe through the night. Oh, here we say a boogie boogie boogie, here we shout a boogie boogie boogie, here we dance a boogie boogie boogie, wave your hands and turn around. A closer life with thee, daily praises unto thee. A closer life with thee, daily praises unto thee. Lead me, Savior, all the way to the land of endless day. Lead me, Savior, all the way to the land of endless day. Here we say a boogie boogie boogie, here we shout a boogie boogie boogie, here we dance a boogie boogie boogie, wave your hands and turn around. Okay, so ഒന്നുകൂടെ നിങ്ങൾ കേട്ടു. Now I think so little more മനസ്സിലായിട്ടുണ്ട്. അടുത്ത ആക്ഷനോടെ കാണാം. അത് കഴിഞ്ഞിട്ട് be ready to stand up and move on your feet. Okay, so once again now we will have the actions being played. Okay, so get ready to watch the actions carefully so that next time when we play the song you will also be able to move along with it. Okay, so now we shall have with the actions. A closer walk with thee, daily walking close to thee. A closer walk with thee, daily walking close to thee. Guide me in
Now we shall replay the video again. Okay, so now all of you on action. Please stand up so that you can do the action. എല്ലാരും ഒന്ന് സ്ഥലം ഉണ്ടാക്കി വേഗം 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 ഫാസ്റ്റ് ടൈം ഇല്ല നമുക്ക് വേഗം വേഗം hurry up yes very good okay fine so now we start again so be ready Closer, closer, walk with me. Daily, daily walking close to thee. Closer, closer, walk with me. Daily, daily walking close to thee. Guide me in thy light so bright. Guide me safe through the night. Guide me in thy light so bright. Guide me safe through the night. For here we sing a boogie boogie boogie. Here we shout a boogie boogie boogie. Here we dance a boogie boogie boogie. Wave our hands and turn around. A closer, closer life with thee. Daily, daily praises unto thee. A closer, closer life with thee. Daily, daily praises unto thee. Lead me, Savior, all the way to the land of endless day. Lead me, Savior, all the way to the land of endless day. For here we sing a boogie boogie boogie. Here we shout a boogie boogie boogie. Here we dance a boogie boogie boogie. Wave our hands and turn around. okay very good it was very nice okay so now ഞാൻ അടുത്ത പാട്ട് നിങ്ങൾക്ക് ഒരു ഹിന്ദി പാട്ട് പഠിപ്പിക്കാൻ പോവുകയാണ് okay so sit down and relax for some time and repeat after me okay so ഞാൻ പറയുന്നത് നിങ്ങൾ എന്നെ repeat after me okay യേശു मसीह तू आया है यीशु मसीह तू आया है यीशु मसीह तू आया है यीशु मसीह तू आया है आओ हम सब आओ हम सब मिलकर यीशु मिलकर यीशु के संग नाचे आओ हम सब मिलकर यीशु के संग नाचे आहो मिलकर यीशु की संग नाचे नाद दिनक दिन 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 हो नातनके 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 ओ नाद दिनक दिन 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 हो नातनके ओके प्रभु हम तेरे संग है प्रभु हम तेरे संग है महिमा हम तेरी करे महिमा हम तेरी करे तू है दी है जिंदगी रहमत तेरे साथ रहे जिंदगी तेरे साथ रहे रहमत तेरे साथ रहे रहमत तेरे साथ है प्रभु हम तेरे संग है प्रभु हम तेरे संग है महिमा हम तेरी करे महिमा हम तेरी करे तूने दी है जिंदगी तूने दे है जिंदगी रहमत तेरे साथ रहे
रहमत तेरे साथ है। यीशु मसीह तू आया है, यीशु मसीह तू आया है, यीशु मसीह तू आया है। यीशु मसीह तू आया है। Okay, I have told you the first paragraph. Now listen to the song. Okay, यीशु मसीह तू आया है. यीशु मसीह तू आया है. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി കേട്ടോ. ഞാൻ കഴിഞ്ഞ നിങ്ങൾ ചെയ്ത വീഡിയോ ഞാൻ കണ്ടു. അതിനകത്ത് ഒരാള് മാത്യു എന്ന് പറഞ്ഞു, ഒരാള് പോളും, ഒരാൾ ഒരു ജോണും, പിന്നെ ഒരു ആരോ മാത്രമേ ഉള്ള ആക്ഷൻ ചെയ്യാത്ത. ബാക്കി എല്ലാ കുഞ്ഞുങ്ങളും എഴുന്നേറ്റ് നിന്ന് ആക്ഷൻ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടേ. ഈ 2-3 പേരൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. സോ നമുക്ക് പാട്ട് ഇപ്പൊ കേൾക്കാം. ഓക്കെ, യേശു മസീഹ് തൂ ആയാ ഹേ. यीशु मसीह तू आया है, यीशु मसीह तू आया है, यीशु मसीह तू आया है, यीशु मसीह तू आया है। आओ हम सब मिलकर यीशु के संग नाचे, आओ हम सब मिलकर यीशु के संग नाचे। प्रभु हम तेरे संग हैं, महिमा हम तेरी करें। तू दी है जिंदगी, रहमत तेरी साथ रहे। यूं ही तो हर पल संग रहे, जीवन की यही आस है। यीशु ने दी हर खुशी, बस तू ही मुझे रास है। आओ हम सब मिलकर यीशु के संग नाचे, आओ हम सब मिलकर यीशु के संग नाचे। यीशु मसीह तू आया है, यीशु मसीह तू आया है, यीशु मसीह तू आया है, यीशु मसीह तू आया है। आओ हम सब मिलकर यीशु के संग नाचे, आओ हम सब मिलकर यीशु के संग नाचे। ഓക്കെ, കേട്ട് മനസ്സിലായോ? മനസ്സിലായെങ്കിൽ എല്ലാരും ഒന്ന് കണ്ണു തുറന്നേ. യെസ്, മൈ ഗോഡ്, ഇത്രയും വലിയ വലിയ കണ്ണുണ്ടല്ലേ എല്ലാവർക്കും. വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്ത നമുക്ക് അങ്ങനെ ആക്ഷനൂടെ ചൂടെ ചേർന്ന് നമുക്ക് നോക്കാം. ഓക്കെ, യു ക്യാൻ സിംഗ് along and you can see the actions also so that you can understand very well. Okay, so repeat it after that. Okay. यीशु मसीह तू आया है, यीशु मसीह तू आया है, यीशु मसीह तू आया है, यीशु मसीह तू आया है। आओ हम सब मिलकर यीशु के संग नाचे, आओ हम सब मिलकर यीशु के संग नाचे।
Okay. Makale, thank you, Acha. Thank you very much for the session. I think the children really enjoyed it. Makale, you tell me, did you ever think how to live better in Christ every day, like to be better every day? Did you ever think about it? Yes ആണെങ്കിൽ ഇങ്ങനെ, no ആണെങ്കിൽ ഇങ്ങനെ. Good. So I think എങ്ങനെയാണ് ഒരു ക്രൈസ്റ്റിൽ ജീവിക്കുക എന്ന് പറയുന്നത് is about sharing your goodness, അല്ലേ? So I have another technique for it, but അത് ഞാൻ last പറയാം. I think Nitin Achan has something to talk about it. Acha, it's over to you. Thank you. So once again, welcome back to another small time of listening to. Welcome back. Okay. So പെട്ടെന്ന് നമുക്ക് ഇന്നലെ എന്തോ പഠിച്ചെന്നൊക്കെ ഒന്ന് നോക്കാം. ഇന്നലെ we were talking about push. What is push? It is a perseverance until something success happens. Okay. So I told you that our push was pray until something happens. I was telling you why you should pray in the morning. I told you some good points that why you should pray in the morning. And I told you that whatever it is, our size, our weight, our color does not matter. Whatever we try to do, it will be possible for us. And then I told you about the frog. Okay, tomorrow again I'll be talking about the frog. That's why what to say today I'm not going to say again much about the frog. Frog means fully rely on Christ. So the Holy Bible says read me, but are we reading? I told you we should hug the Holy Bible like that. We should be obedient. We should be helping out our parents and the things at home. And there are some restrictions which we have, and we are supposed to follow that. We will have different peer pressure, and many people will compel us to do wrong things like smoking, drinking, and having drugs and all. But my dear children, now only you should take a strong decision. I will not do something like that. And we have to read so that we can have a very bright future. Reading is a key to learning. Dream big, then you have to read. We are telling about Abdul Kalam. So today we shall think about LIC. LIC എന്ന് പറഞ്ഞ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? എന്താണ് LIC എന്ന് കേട്ടിട്ടുണ്ടോ? No. Okay. So LIC, if you are in India, even if you are there, some people have said the meaning of LIC. If you are in India, you would usually come up with an answer for what is LIC. In India, we have an insurance company called Life Insurance Corporation. Okay. So Life Insurance Corporation എന്നാണ് നമ്മൾ ഇന്ത്യയിൽ നോക്കിയ LIC എന്നുള്ള ഒരു കാര്യം പറയുന്നത്. Okay. Yeah, I have different answers where many people have written in the chat box. Okay, fine. I know that you have come to, certain people at least have come to the answer. It is correct. So Life Insurance Corporation എന്നാണ് സാധാരണ LIC എന്ന് ഇന്ത്യയിൽ ആരോട് ചോദിച്ചാലും പറയുന്നത്. But for us, we have a different LIC. Okay. And that is not only that, before that in LIC നമ്മൾക്ക് എല്ലാത്തിനും ഒരു phrase verse ഉണ്ടല്ലോ, അല്ലെ? നമ്മളിപ്പോ ഏതൊരു പ്രോഡക്റ്റ് അഡ്വർടൈസ്മെന്റിനും ഒരു phrase verse ഉണ്ട്. So same way for LIC the phrase verse is Jindagi ke saath bhi, zindagi ke baad bhi. That means when you're living also and after you die also. So that is something very interesting that we have to think about LIC. That is life in Christ. Okay. So St. Paul says, for me to live is Christ and to die is gain. Philippians chapter 1 verses 21. Okay. So നമ്മുടെ LIC എന്ന് പറയുന്നത് it is life in Christ. So we have to live in Christ. So how do we live in Christ? The Lord is my shepherd. That means you allow God to be your shepherd. അല്ലെ? നമുക്കൊരു ഷെപ്പേർഡിനെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഷെപ്പേർഡ്സിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ. ഇഫ് യു നാട്ടിലൊക്കെ വന്നിട്ടുള്ളവർ, കേരളത്തിലൊക്കെ വന്നിട്ടുള്ളവർ, അല്ലെങ്കിൽ ഐ തിങ്ക് സോ ഷെപ്പേർഡ് ഇസ് എ പേഴ്സൺ ഹു ക്യാൻ ഗൈഡ് പീപ്പിൾ. ഓക്കെ. ദാറ്റ് മീൻസ് ഷീപ്പിനെ ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആളാണ്. അപ്പൊ ഷെപ്പേർഡ് പറയുന്ന എന്തും ഈ ഷീപ്പ് കേൾക്കും. ഓക്കെ. സോ ലോർഡ് ഇസ് മൈ ഷെപ്പേർഡ് എന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ യു ആർ മേക്കിംഗ് ഗോഡ് ദ ഡയറക്ടർ ഓഫ് യുവർ ലൈഫ്. ഓക്കെ. സോ
when God is your shepherd, he will do something like this. That means he will protect you. കോഴിനെ കണ്ടോ? കോഴിക്കുഞ്ഞിന്റെ കൂട്ടത്തിൽ എത്ര കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടെന്ന് അറിയാമോ? 1, 2, 3, 4, 5. There may be many. നമുക്ക് ചിറകിന്റെ കീഴിൽ എത്ര കോഴിക്കുഞ്ഞുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. So life in Christ എന്ന് വെച്ചാൽ we are protected by God. Understood? By baptism we have been protected. Baptismaത്തിൽ കൂടെ we have received the Holy Spirit and we have put on a garment of purity and spiritual strength. But നമ്മൾ എന്തെങ്കിലുമൊക്കെ തെറ്റൊക്കെ ചെയ്യുമ്പോഴുണ്ടല്ലോ, that will go away from us. Will go away from us. So we have to keep it holy and pure. So when Lord is my shepherd, we will have a guide from God. Okay. So again it says, even if I go through the deepest darkness, I will not be afraid, for you are with me. So this is ഒരു LIC. നമുക്ക് ലൈഫ് ഇൻ ക്രൈസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, even if I go through the deepest darkness, I will not be afraid, for you are with me. Okay, that is an assurance we are receiving from God. Okay, ഇത് കണ്ടോ? ഇന്നലെ കുഞ്ഞുങ്ങൾക്ക്, that means നിങ്ങളെക്കാളും കുഞ്ഞുങ്ങളായുള്ളവർക്ക് ഇന്നലത്തെ ടോപ്പിക് ആയിരുന്നു KFC. ഓക്കെ, നമുക്ക് KFC എന്ന് വെച്ചാൽ എന്താണ്? Kentucky. Yeah, somebody saying Kentucky Fried Chicken. Acha, don't make us very hungry now that we will want some KFC chickens now. Okay, so ഇന്നലെ കുഞ്ഞുങ്ങളോട് ഞാൻ പറഞ്ഞ KFC നിങ്ങൾക്ക് Kentucky Fried Chicken ആയിരിക്കും, പക്ഷേ you have to become a KFC means you have to become kids for Christ. See here, even though I walk through the valley of shadow of death, I will not fear evil. കാരണം KFCയുടെ മുമ്പിൽ കൂടെ ഒരു കോഴി പോയി എന്ത് പറ്റും? സാധാരണ വേണമെങ്കിൽ അതിനെ പിടിച്ച് നിങ്ങൾക്ക് ടേബിളിൽ അതിനെ കുക്ക് ചെയ്ത് സെർവ് ചെയ്യുമായിരിക്കും അല്ലെ? സോ this hence എത്ര ധൈര്യപൂർവ്വമാണ് അതിന്റെ മുമ്പിൽ നിൽക്കുന്നത്. So we will also be able to stand very strongly because the Lord is my shepherd. Now we know COVID is happening in many places. Many people are afraid. Many people are dying. But you can say very strongly, even if I walk through the valley of the shadow of death, I will fear no evil because you are with me. Okay, your rod and staff comforts me. ഇത് വായിക്കുമ്പോൾ എപ്പോഴും ഞാൻ ഒരു കാര്യം ചിന്തിക്കാറുണ്ട്. എന്താണെന്നറിയാമോ? your rod and staff comforts me. അതിന്റെ അർത്ഥം എന്താണ്? മമ്മി ഡാഡിയൊക്കെ വടി എടുക്കുവാണെങ്കിൽ നമുക്ക് ഇഷ്ടമാണോ? ഇല്ല അല്ലെ? പക്ഷെ നമ്മൾ സങ്കീർത്തനത്തിനകത്ത് പ്രാർത്ഥിക്കുന്നില്ലേ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. അതിനർത്ഥം എന്തുവാ? ഇവിടെ ദാവീദ് പറയുകയാണ് ഐ ലൈക്ക് ദ സ്റ്റിക്ക് എന്ന്. നമ്മൾ സാധാരണ പറയും ഓ മൈ ഗോഡ് ഡോണ്ട് ബീറ്റ് മീ എന്നൊക്കെ പറയും അല്ലെ? എന്നെ തല്ലേണ്ട മാവ, അങ്ങനെ പാടാറുണ്ടോ? അങ്ങനെ ഒരു പാട്ട് കേട്ടിട്ടുണ്ടോ? എന്നെ തല്ലേണ്ട ഞാൻ, ചിലരൊക്കെ പാടുന്നുണ്ട് ഞാൻ നന്നാവൂല. അങ്ങനെ പറയരുത് കേട്ടോ. നമ്മളെല്ലാം LIC ഒക്കെ എടുത്തവരാണ്. ദാറ്റ് മീൻസ് ലൈഫ് ഇൻ ക്രൈസ്റ്റ്. സോ your rod and staff comforts me എന്ന് പറഞ്ഞാൽ it is meaning that God will comfort us. എന്നുവെച്ചാൽ ഈ ഷെപ്പേർഡ് ഈ വടി എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് അറിയാം? അടിക്കാനല്ല. ഇങ്ങനെ ഈ വടി ഇങ്ങനെ വളഞ്ഞിരിക്കുക അല്ലെ? എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ അവരെ വലിച്ചെടുക്കാൻ വേണ്ടിയുള്ള വടിയാണ്. ഏതെങ്കിലും കുഴി വീണാലും എന്തെങ്കിലും വലിച്ചെടുക്കാൻ വേണ്ടിയുള്ള വടിയാണിത്. സോ your rod and staff comforts me എന്ന് വെച്ചാൽ it is a very pacifying message for us. So LIC is an insurance which gives us assurance. നമുക്കറിയാം നമ്മുടെ മാതാപിതാക്കളൊക്കെ മിക്കവാറും ഇൻഷുറൻസ് എടുക്കും. കാരണം എന്തെങ്കിലും പറ്റിപ്പോയാൽ we will get money. So if we take life in Christ, if we give our life to Christ, he will keep us safe. Understood? കണ്ടോ? ഈ വടി പോലെ എവിടെങ്കിലും ഇങ്ങനെ താഴെ വീഴുവാണെങ്കിൽ നമ്മളെ ഇങ്ങനെ കോരി എടുക്കും ദൈവം. Okay, so നമുക്ക് he will give us protection. He will protect everything that we have and keep our family, our everything. He will keep us safe and he anoints our head with oil. Okay, anoint the head with oil എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? നമ്മളുടെ മമ്മിയും ഡാഡിയൊക്കെ നമുക്ക് ചിലപ്പോൾ കുളിക്കുന്നതിന് മുമ്പേ ഒക്കെ എണ്ണ വരട്ടി തരും അല്ലെ തലയില്. എന്തിനാണ് എണ്ണ വരട്ടി തരുന്നേ? ചിലപ്പം പറയും തലമുടി നരയ്ക്കാതെ
അല്ലെങ്കിൽ പറയും ചിലപ്പോൾ തലയ്ക്ക് ശാന്തമായിരിക്കാൻ എന്ന് വെച്ചാൽ തണുപ്പ് കിട്ടാൻ എന്നൊക്കെ പറയും അല്ലെ. പക്ഷെ ഈ ആടിന്റെ തലയിലും ഇങ്ങനെ എണ്ണ പുരട്ടും. കാരണം എന്താണെന്നറിയാമോ? അല്ലെങ്കിൽ അതിന്റെ തലയിൽ ചെറിയ ചെറിയ ഇൻസെക്ട്സ് വന്നിരുന്നിട്ട് അതിന് നമ്മൾക്കൊക്കെ കൈയുണ്ട്, നമുക്ക് തല ഇങ്ങനെ ചൊറിഞ്ഞാൽ കൈ എടുത്ത്. പക്ഷെ ഇവരെന്ത് ചെയ്യും? ഇവര് പോയി ഇങ്ങനെ കല്ലിന്റെ അടുത്തൊക്കെ പോയി ഇങ്ങനെ തല ഇടിക്കും. ഓക്കെ, ചിലപ്പോൾ ഇടിച്ച് അവർക്ക് മരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് യു അനോയിന്റ് മൈ ഹെഡ് വിത്ത് ഓയിൽ ആൻഡ് മൈ കപ്പ് ഓവർഫ്ലോസ് എന്ന്. ഓക്കെ, സോ this is a picture of that. Okay, so let us pray until something happen. That means let us pray until we have a life in Christ. ഇങ്ങനെ ഒരു പാട്ട് കേട്ടിട്ടുണ്ടോ? Shepherd of my soul, I give you full control. Wherever you may lead, I will follow. I have made the choice to listen to your voice. Wherever you may lead, I will go. So this is the meaning of discerns God's plan and life in Christ. God bless you. Thank you. Thank you, Acha, for the beautiful message. So children, now we'll be learning how to draw the portrait of Jesus Christ, okay? So why don't you all go and get a piece of paper and a pencil? Come on, fast, okay? Get the nearest paper and the pencil. Let's quickly draw how to draw Jesus Christ, okay? Using simple shapes. So this is my paper, okay? It's a blank paper, just like a mind, okay? So we are going to draw Jesus Christ in it, okay? That's like bringing Jesus into our mind when we pray, okay? So first, okay, we're going to start by drawing an oval, okay? So on your paper, you will draw an oval like this, okay? Very lightly, you are going to draw an oval like this, okay? And I'm using colored pencil, okay, because my paper is big, okay? You can use a pencil, okay? You're going to draw an oval like this, and then you're going to draw a center line to the oval, okay? Like this, a center line, okay? Now, we are going to divide this oval into 3 equal parts, okay? So that's going to be, this is going to be our first line, okay? And this is going to be our second line, okay? So now we are going to draw everything darkly, okay? Now on, we are going to draw everything darkly. So we'll keep the light pencil apart. Now we'll draw everything darkly, okay? So first we'll start with the eyebrows, okay? So how we are going to draw is, first we are going to draw a straight line, okay? And then a diagonal line. Again, we're going to do a straight line and then a diagonal line, okay? So we're going to draw it. So it's a straight line on the first line, okay? On the first line, we're going to draw the slanting line, 2 slanting line, and then another slanting line. That will be our eyebrows. And we're going to draw the same on the other side. Okay, so now we are going to draw the eyes, okay? So now roughly I'll show you how the eyes would be. It's going to be like this, okay? We are going to draw almost like a rectangle, like this, okay? Straight at the bottom and 2 slanting lines, and you're going to draw a circle inside, okay? So we're going to draw that on both the sides. I hope you're all following, okay, children? See, we drew eyes for our Jesus. Now comes the nose. So did you all see this point, the eyebrows, okay? This point of the eyebrows, we are going to draw 2 straight lines, okay? So that's going to be like this and like this, okay? And then we're going to draw the bottom of the nose. So do you want to know how that is? That's going to be, we'll be drawing in the form of 2 mountains and 1 valley, okay? So the mountain is going to, the nose, it's going to be like mountain, valley,
mountain, and then curve, curve. Okay? So we're going to draw it that way, touching the second line which we drew lightly. Okay? So that's going to be valley, mountain, mountain, and then up, up. So that's a beautiful nose. Now we're going for the mustache. That's going to be a straight line. Okay? And then curve down, another curve down. Again, it's going to be a straight line, down, down. That's going to be a mustache. Now, when we come to the lips, it's going to be a curved line like this. Okay, we're going to draw a smiling Jesus. So it's a curved line like this, and another curved line like this. Okay, one more for the lower lip. That's going to be like this. Okay, now we are going to draw the beard. Okay, we are going to make our Jesus look smart. So this is, we will draw a straight line and we join it to our mustache. Okay, now what we are going to do is, see, from between these two lines, okay, roughly we'll take a point, just roughly, okay, anywhere is fine, and we're going to join that to the tip of this mustache. Okay, now below the oval, okay, we are going to draw another mountain. Okay, even if you draw a little bit down, it's fine. You're making the how you know your Jesus. Okay, so that's fine. So you're going to draw another mountain and you're going to join it from this point. Okay, we joined it. See, our Jesus is forming. Now comes to the neck. Okay, so we're going to draw two straight lines. So it's going to be like this. See, now for the shoulders, okay, it's going to be straight line, two straight lines. Okay, now for the clothes, we are just going to simply draw a curve like this. Okay, not from neck to neck, from the shoulder. Okay, now comes the last part. Not the last part, but almost last. It's like the hair. So we made, remember this point which we made? Roughly in the middle. From that, we are going to touch the center, okay, center of the oval. So we're going to draw a slanting line like this and another curve, sorry, not slant, curved lines, okay? And then we are going to draw a curved line slightly above the main curve of the oval, okay? So we are going to draw roughly, okay? You don't have to look whether it's perfect. It's fine. See, that's going to be the hair. And now down from here, from the second point, okay? We made the second point. So till the second point, we are going to draw the curve. Now for the hair, we are going to draw wave, okay? We are going to draw wave. So that's going to be the long hair of Jesus, okay? On both the side. Now again, from here, from the roughly point, the point which we made roughly, from there, again, we are going to draw curve, even on this side, okay? So now we are going to draw ears. So simply between these, we are going to draw the ears, okay? So now we are going to draw the last thing, okay? What do we see in all the pictures of Jesus? We see a circle around Jesus. That's called as a halo. Okay, we're going to draw that. So from the second line, which you drew lightly, you make a curve like this. Very roughly, you do this. That's going to be the halo of Jesus, okay? So now I'll tell you how to color this, okay? We are going to color the eyebrows fully black. Okay, I'm just showing you. You have enough time to do it lately. You can do it very well lately, okay? I hope you're all following and you made a beautiful picture of Jesus Christ, okay? So you are supposed to color this darkly, even the eyes darkly, all the hair, okay? The mustache, the beard, and the hair. Inside, you can color it lightly, okay? So that's the portrait of Jesus Christ. You can safely keep it in your room, okay? So that's our Jesus Christ. So let's learn another song session from Achan, okay? So Achan. Thank you, thank you, thank you. Okay,
നിങ്ങൾ എല്ലാവരും പഠിച്ചോ എങ്ങനെയാണ് യേശു ക്രിസ്തുവിനെ വരയ്ക്കുന്നത് എന്ന്? ഓക്കെ, നമുക്ക് ഐക്കൺസ് ഒക്കെ വരയ്ക്കാൻ ആക്ച്വലി പിതാക്കന്മാർ നമ്മളെ ഐക്കൺസ് ഒക്കെ വരയ്ക്കുമ്പോൾ പ്രാർത്ഥിച്ച് നോമ്പൊക്കെ നോക്കിയാണ് they used to draw the icon. See behind me also you can see an icon of Saint Mary. Understood? So they used to pray. And they used to do it well. Okay, so let us also, while doing something, pray and take the grace of God. Okay, fine. നമുക്ക് പാട്ടിന്റെ സമയമാണ്. നമുക്ക് നാഗ്ദിനഗ്ദിൻ ഒന്നുകൂടി ഇപ്പൊ ഒന്ന് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ എന്താ പറയുന്നേ, അല്ലെങ്കിൽ what to say, we may lose the words of that. So നാഗ്ദിനഗ്ദിൻ നമുക്ക് നോക്കാം. നാഗ്ദിനഗ്ദിൻ ആക്ഷൻസ് കൊണ്ട് ചെയ്യാം. So children, be ready. Come on, make space. Be ready for the action. Make space. यीशु मसीह तू आया है. Okay, let us यीशु मसीह तू आया है. यीशु मसीह तू आया है. यीशु मसीह तू आया है. आओ हम सब मिलकर यीशु के संग नाचें. आओ हम सब मिलकर यीशु के संग नाचें. Sing along. प्रभु हम तेरे संग हैं, महिमा हम तेरी करें. तूने करे है जिंदगी, रहमत तेरी साथ रहे. यूं ही तो हर पल संग रहे, जीवन की यही आस है. यीशु ने दी हर खुशी मुझे रास है. आओ हम सब मिलकर यीशु के संग नाचें. आओ हम सब मिलकर यीशु के संग नाचें. यीशु मसीह तू आया है. यीशु मसीह तू आया है. यीशु मसीह तू आया है. यीशु तू आया है. आओ हम सब मिलकर यीशु के संग नाचें. आओ हम सब मिलकर यीशु के संग नाचें. ഓക്കെ, വെരി ഗുഡ്. നമ്മൾ പാട്ട് ഒരു പ്രാവശ്യം കേട്ടു. നമുക്ക് ഇനി ആക്ഷൻ കണ്ടോണ്ട്. നിങ്ങൾ ആരും ആക്ഷൻ ചെയ്തില്ലല്ലോ, എന്ത് പറ്റി? ആക്ഷൻസ് ഒക്കെ മറന്നുപോയോ? ഓക്കെ, കാണുമായിരുന്നല്ലേ? ഓക്കെ, ഫൈൻ. സോ നൗ ബി പ്രിപ്പയർഡ്. ഓക്കെ, മേക്ക് സ്പേസ്. ഓക്കെ, നമുക്കൊന്ന് ദേഹമല്ലോ ഒന്ന് അനക്കി ശരിക്കും നമുക്ക് ഒന്ന് പാടാം. ഓക്കെ, സോ മേക്ക് സ്പേസ്, ബി റെഡി. നൗ വി വിൽ ഹാവ് ദ ആക്ഷൻസ് ബീയിങ് പ്ലേഡ്. यीशु मसीह तू आया है. 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 आओ हम सब मिलकर यीशु के संग नाचें. आओ हम सब मिलकर यीशु के संग नाचें.
मिलकर यीशु के संग नाचे। यीशु मसीह तू आया है, यीशु मसीह तू आया है, यीशु मसीह तू आया है, यीशु मसीह तू आया है। आओ हम सब मिलकर यीशु के संग नाचे। आओ हम सब मिलकर यीशु के संग नाचे। Okay, fine. So now we have finished with the first song. നമുക്ക് ഇന്നലെ പഠിച്ച പാട്ട് ഓർമ്മയുണ്ട്, ചുങ്കക്കാരൻ സക്കായി. ഓക്കെ, നമുക്ക് ചുങ്കക്കാരൻ സക്കായി എന്നുള്ളൊരു പാട്ട് അല്പസമയം കേൾക്കാം. ഓക്കെ, ഇരിക്കേണ്ട ആക്ഷൻസ് ഇന്നലെ പഠിച്ചതാണ്. സ്റ്റാൻഡ് അപ്പ് അപ്പ് ഓൺ ഫീറ്റ്. ഓക്കെ, വെരി ഗുഡ്. വീണ്ടും ഇരിക്കണ്ട. ഇന്നലെ പഠിച്ച പാട്ട് യു റിമെമ്പർ? നമുക്കെല്ലാം ഒന്ന് ചെയ്ത് നോക്കാം. വേഗമാട്ടെ, ഓൺ യുവർ ഫീറ്റ്. ഓക്കെ, സോ നെവർ ഗിവ് അപ്പ് എന്നുള്ള പാട്ട് നമുക്കിപ്പോ പാടാം. ഗെറ്റ് റെഡി. Do not give up. Okay, so be ready. Let's listen. നമുക്ക് ആക്ഷൻ ചെയ്ത് പാടാം. ഇരിക്കല്ലേ. നമുക്ക് ഇനിയും ഒരു പാട്ടുകൂടെ ഉണ്ട്, നോഹ. ഓക്കെ, പക്ഷെ ഞാനിവിടെ ഒരു വീഡിയോയ്ക്കകത്ത് ഒരു നോഹയെ കണ്ട. നോഹ ഇരിക്കുവാണ് അവിടെ. സത്യമായിട്ടും നോഹ എന്താണ് നോഹ ആക്ഷൻസ് ഒന്നും ചെയ്യാത്ത നോഹ? എന്താണ് നോഹ ഇങ്ങനെ ഇരിക്കുന്നത്? ഓക്കെ, അപ്പൊ നോഹയ്ക്ക് മനസ്സിലായല്ലോ. ഓക്കെ, സോ നോഹ പ്ലീസ് ഗെറ്റ് അപ്പ്. പറ്റുമെങ്കിൽ ആക്ഷൻ ചെയ്യണേ. ഓക്കെ, സോ നമുക്ക് നോഹയുടെ പാട്ട് പാടാം.
ദൈവത്തിന്റെ കൽപ്പന കേട്ട് നോഹ എന്നൊരു വല്യപ്പൻ ഒരു കപ്പലുണ്ടാക്കി. ഹ്യൂജ് കപ്പലുണ്ടാക്കി. Okay, fine. Let's listen. So ready for action. Thank you. It was wonderful, beautiful, marvelous, and thank you so much for staying tuned during the full sessions. Okay, നമുക്ക് ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒക്കെ നല്ലപോലെ ഓർത്തിരിക്കുക. നമുക്ക് നാളെ വീണ്ടും കാണാം. Okay, till then, God bless you all. Stay safe. Thank you, Acha. Thank you very much for the song session. And I have to really thank Marilyn also for such a wonderful portrait. Anyway, I actually promised you to share some goodness, how to do your goodness behavior. But I'll do it for tomorrow, the last day, and I will interact about it to you. But today, before signing off, I have some announcements to be given. ഇന്നത്തെ ഈവനിങ് പ്രേയറും കുർബാനയും നടത്താൻ പോകുന്നത് നമ്മുടെ സെലിബ്രിറ്റി റിസോഴ്സ് പേഴ്സണായ നിതിൻ അച്ഛനാണ്. ചെയ്യാൻ പോകുന്നത്. Okay, so I would request all the girls to put your scarves on during the Holy Kurbana happening. And yes, I have to tell something that intermediate students are really doing good for their takeaway task. I'm so happy. Such a good response. And today by 4:30 p.m. Before 4:30, I need you to complete the task and forward it to the WhatsApp. Not mail. Please forward it in the WhatsApp group. And if it's possible, try to do it with your home materials. വീട്ടിലുള്ള കാര്യങ്ങൾ കൊണ്ട് മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ. Don't just ask papa അത് വേണം ഇത് വേണം എന്നൊന്നും പറയരുത്. And നാളെ you guys gonna have a balloon art. So I want few things to be with you before you start the session. So അതിന് I need a round balloon and a long balloon. Round balloon oru 4 to 6 round balloons and white balloons and different colors of long balloons. So please make it a point to be prepared with the art activity. And this is 2020 OPV is signing off. Before signing off, please I would request Nitin Achan for the prayer. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷായ പുത്രായ നമ്മളെ സ്ലീബായ നമ്മളെ നീ മറിച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹാ ശുദ്ധ നമ്മളെ നീ ക്ഷമിക്കണമേ. ദൈവമായ കർത്താവേ, നമുക്ക് എല്ലാ സമയത്തിലും നിന്റെ ദൈവത്തിന് ചേർക്കും കയറി നമ്മളെ മറിച്ചുകൊള്ളണമേ. ആമേൻ. May the love of God the Father, the grace of the Holy Begotten Son, and the indwelling of the Holy Spirit be with all of us who are participating in this OVBS and upon our whole world which is suffering because of this pandemic, and upon everybody who are taking efforts to make this OVBS a successful one. May God bless us and keep us safe. Amen. Thank you, Acha. Thank you for the prayer. So this is 2020 OVB signing off with you.